മനുഷ്യൻ തന്നെയല്ലേ. പിന്നെ ഒരു മരണ വീട്ടിൽ വന്നാ പിന്നെ ചിരിക്കണോ? ഇവിടെ അതിനാരും കരാറില്ലല്ലോ. അല്ല മുത്തശ്ശ, ഈ മരിച്ചവരിക്കടെ ജീവിക്കുന്നേ? മരിച്ചവർ ജീവിക്കുക? ഓ അങ്ങനെ. അതിപ്പോ ചിലരൊക്കെ പറയും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകമൊക്കെ ഉണ്ടെന്ന്. വേറെ ചിലർ പറയും മരിച്ചു കഴിഞ്ഞാൽ പട്ടിയായിട്ടോ പശുവായിട്ടോ ഒക്കെ വീണ്ടും ജനിക്കും. ആർക്കറിയാം, നമ്മൾ മരിച്ചു തന്നെ നോക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഈ മരിച്ചവരൊക്കെ നമ്മുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ മരിച്ച ആൾ തന്നെ നമ്മുടെ കൂടെ നടക്കുന്നില്ല എന്ന് എത്ര ഉറപ്പ്? Mama Sabibo, Mama Sabibo, Mama Sabibo, Baba Bi Baba Ba. Mama Sabibo, Mama Sabibo, Mama Sabibo, Baba Bi Baba Ba. Ding ding ding, ding ding ding, ding ding ding, ding ding ding. ഒരു കൂട്ടം കള്ളന്മാർ തിരിയൊന്നു ചൂണ്ടിക്കൊണ്ടിക്കരയന്തമേ അവരിലൊരുവന് തലയിലിടി മിന്നി തലയിലാണ്ടെട വീണേ താനേ പറഞ്ഞു തീരെ അടുത്ത കള്ളനും കിടന്നു പിടയണിത. അയ്യോ അതങ്ങനെ പടർന്നു പോയി ഇതെന്തടോ കൂടോത്രമോ. അതു കഴിഞ്ഞീ നാട്ടിലാകെയും കാലം ചുറ്റിക്കറങ്ങിയേ. മമ സബിബോ മമ സബിബോ മമ സബിബോ ബബ ബി ബബ ബ. മമ സബിബോ മമ സബിബോ മമ സബിബോ ബബ ബി ബബ ബ. ആദിയിൽ നാടുകാക്കുന്ന രാജനും മണ്ട പുകയുന്ന ചിന്തയിൽ കണ്ട പോം വഴിയിൽ വരി വരിയായിരുന്നു വന്നു പല പല മതങ്ങളിൽ അതിവിരുദ്ധർ അവരറിയും അടവുകളും അടിമുടി ഒടിയണ തകരണിത. പ്രതീക്ഷകൾ തളർന്നു പോയി മഹാത്ഭുതം തുടർന്നു പോയി മരണദുഃഖം തീർത്തിടാൻ വന്നോരേ മരണം കൊണ്ടുപോയി. തടയാൻ കഴിയാ കടമീ മരണം തിരിച്ചറിഞ്ഞിടവേ ഉത്തരവൊന്നു വന്നേ. മണ്ണിലുള്ള കാലം കെട്ടിപ്പിടിക്കാം, തട്ടിപ്പോകും നേരം പൊട്ടിച്ചിരിക്കാം.
കണ്ണീരിനി വേണ്ട മാറ്റിപ്പിടിക്കാം. ഭരിച്ചൊരാമിടുക്കനും ഒടുക്കമായി അടക്കമായി ചിരിച്ചുകൊണ്ടീ നാടിതാ ഇന്നുമെന്നും കല്ലറ പണിയണ്. മമ സവിഭോ മമ സവിഭോ മമ സവിഭോ ബബീ ബബബ മമ സവിഭോ മമ സവിഭോ മമ സവിഭോ ബബീ ബബബ. ഇതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് പറയുന്നത്, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ഫോട്ടോ എടുത്ത് വയ്ക്കാൻ. അല്ലെങ്കിൽ ഇതുപോലൊരെണ്ണം ഭിത്തി തൂങ്ങും. നല്ല തെളിച്ചത്ത് കിട്ടി. ഞാൻ വൈശാഖൻ. അയ്യോ ഇതല്ല, ഞാനാള്. ഈ നാട്ടിൽ എവിടെയെങ്കിലും മരിപ്പ് നടന്ന അവിടെ പോയി കോളാമ്പി കെട്ടി പാട്ട് വെക്കല എന്റെ പണി. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കാ എനിക്ക്. ജബ്ബാറൊക്കെ പറയുന്നത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് ഞാനാന്നാ. ആവോ വൈശാഖ, നീ ഇതിൽ വരുന്ന ഇടയ്ക്ക് ഏറിക്കൂടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. സുകുമാരൻ അത് ഓടിക്കാനൊന്നും അറിയില്ല. വൈശാഖ, എങ്ങോട്ടാ നീ പഠിപ്പിച്ചോണ്ട്? ബീവിയുടെ വീട്ടിലേക്ക്. ബീവിയുടെ വീടാ? അവിടെ ആരാ? ആ കോവനെയൊന്നും കണ്ടില്ല. വലിയ വീട്ടിലെ മരിപ്പെന്ന് കേട്ടാ കുഞ്ഞാപ്പൂന് പിന്നെ സ്വർഗം കിട്ടിയ പോലെ. 4 ദിവസം തീറ്റയും കൂടി പിന്നെ അവിടെ തന്നെ. ഇനി കുറച്ചു ദിവസം ഇവിടെ ഒരു മേളം തന്നെയായിരിക്കും. ബീവിയുടെ മൂത്തമോൻ അബൂബക്കറല്ലേ മരിച്ചത്. പിന്നെ ബീവിയുടെ വീടെന്ന് പറഞ്ഞ ഈ നാടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നില്ലേ? ഉണ്ട്. ചെറിയ കുഴപ്പമില്ല, വലിയ കുഴപ്പം. ശാപം കിട്ടിയെന്നാ മുത്തശ്ശൻ പറയുന്നത്. ഇവിടെ ആരും ഇപ്പൊ ഇതിനെക്കുറിച്ച് മിണ്ടാറില്ല. എന്നാലും ഞാൻ പറയാം, മരണമാണ് ഈ നാടിന്റെ ശാപം. അകാല മരണം. ഇതാണ് കേളു, എന്റെ അച്ഛനാ ആള്. അക്കരെ പോയി പുസ്തകം പഠിച്ചിട്ടുണ്ട്. പൊട്ടനാ. ഇവരൊക്കെ ഈ വീട്ടിൽ മരിച്ചുപോയ ആളുകളാ. ഇതെന്റെ മുത്തശ്ശൻ, നേരത്തെ പറഞ്ഞ ആളെ. എപ്പോഴും സർക്കിട്ടാ മുത്തശ്ശൻ. എന്നോട് വലിയ കൂട്ടായിരുന്നു, മരിച്ചുപോയി. അച്ഛൻ തുടങ്ങിയതാണ് ഈ പള്ളിക്കൂടം. അക്കരെയുള്ള എല്ലാവരും പള്ളിക്കൂടത്തിൽ പോവത്രേ. ചുമ്മാ പറയുന്നതാവും. പള്ളിക്കൂടത്തിൽ പോയിട്ട് എന്ത് കിട്ടാനാ? പിന്നെ മുത്തശ്ശൻ പറയുന്നത് അച്ഛൻ പഠിപ്പിക്കുന്നൊന്നും ശരിയല്ലെന്ന്. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പഠിപ്പിക്കുന്നത്? മുത്തശ്ശൻ അറിഞ്ഞിട്ടാവും അല്ലേ? അച്ഛനെന്നെ തീരെ ഇഷ്ടമല്ല. എനിക്ക് അച്ഛനെ. ഇതെന്തിനാ? ഇത് മുസ്തഫ, നിന്റെ അച്ഛനെ ഇക്കളിടാനാണോ? എന്റെ ചങ്ങായി ആള്. അയ്യോ, അച്ഛന്റെ കാല് മുറിയില്ലേ? കുപ്പിച്ചില്ലല്ലേ? ചത്തൊന്നും പോവില്ലല്ലോ.
ഓടിക്കോ. എന്ത് പറ്റി? ഓടിക്കോടാ, വിട്ടോടാ, വേഗം പോ, വേഗം പോ. തിരിഞ്ഞോക്കല്ലേ. തിരിഞ്ഞോക്കല്ലേ, ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. ഏത് ഇംഗ്ലീഷാ ഇത് ചെയ്തത്? ദേ നോക്ക്. നിനക്കത് വേണോ? നോക്കട്ടെ, ഞാൻ ഒരു ദിവസം എടുത്തു തരാം. മരണം കേൾക്കാൻ ആളുണ്ടോ? മരണം കേൾക്കാൻ ഇത് കൂമൻ. ഇവിടെ ആരും മരിച്ചാലും അപ്പൊ അത് കൂമൻ അറിയും. ഉടനെ തന്നെ കൂമൻ മണിയും കിലിക്കും അത് നാട്ടുകാരെ മൊത്തം അറിയിക്കും. ആരും ചെവിയിലും എന്ന് പറയുന്നത് അത്ര. മരണം കേൾക്കാൻ ആളുണ്ടോ? ഞാനുണ്ട് കൂമ. ആരാ കൂമ? കുഞ്ഞിക്കാതന്റെ മോൻ മുസ്തഫ. വൈദ്യരെ, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമ്പോ പോയിട്ടുണ്ടായിരുന്നു. ഓ എവിടെ? ആ മരത്തേന്ന് വീണ പോക്കി തന്നെ പോയത്. അതിന്റെ ഉച്ചിമ കയറിയ നമ്മുടെ അക്കം വള്ളിയാണ്. അത്ര കൊയലുണ്ട്. പിന്നെ വീണാ കിട്ടുവാ. ചെക്കൻ്റെ ഓരോരോ സൂക്കേട്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മരിക്കാൻ ഒരു കാരണം വേണ്ട. അപ്പോഴാണ് മരത്തും വലിഞ്ഞു കയറിയ ഓരോ ആറാം പറപ്പ്. ഒരിറക്കി ഞാൻ മോനെ. എന്നാ പിന്നെ കുളിപ്പിക്കല്ലേ? ഇതെന്ത് ദജ്ജാലാണ് പഠിച്ചോനെ ഈ വരുന്നത്? എന്നാ പണ്ടാരാണോ? ഇത് നമ്മുടെ ശ്രീധരേട്ടനല്ലേ? ആര്? ഏത് നമ്മുടെ ആ കറങ്ങി തിരിഞ്ഞ് നടക്കണ? അതല്ലേ? ഞാനന്ന് ആദ്യമായിട്ടാണ് മുത്തശ്ശനെ കാണുന്നത്. എപ്പോഴും സർക്കിട്ട് പോകുന്ന ആള്. പക്ഷെ അപ്പം ഞാൻ നോക്കിയത് ആരാ നീ? നീ എവിടത്തെ? ഇവിടുത്തെ. കേളുവിന്റെ? ആ, നിന്റെ പേരെന്താ? വൈശാഖൻ. എത്രാമത്തെ? അത് 1 2. അത് വിട്. ഇന്നവിടെ ആരാ മരിച്ചത്? എവിടെ? ആ, മുസ്തഫ. അത് നിന്റെ ആരാ? ചങ്ങായി. ചങ്ങായി. ചങ്ങായി മരിച്ചിട്ട് നിനക്ക് വിഷമമൊന്നുമില്ലേ? നിനക്ക് കര അറിയാൻ പാടില്ലേ? ചിരിക്കുന്ന അപ്പൊ നിനക്ക് കര അറിയാല്ലേ?
നിനക്കിവിടെ ആരെയാ ഏറ്റവും ഇഷ്ടം? എനിക്കും അതിനൊപ്പം ഇഷ്ടം. അതല്ലട മനുഷ്യന്മാര് നിനക്ക് ആരെയാ ഏറ്റവും ഇഷ്ടമെന്ന്? മുത്തശ്ശന്റെ കാറിൽ ആരും കയറണം എനിക്ക് ഇഷ്ടമല്ല. സീത വിളിച്ച് പലഹാര കച്ചവടമുള്ള ബീവിയുടെ വീട്ടിലെ സീത, അതുകൊണ്ടാ. എനിക്ക് എത്ര തവണ ഈ കാറിൽ കയറിയാലും മതിയാവില്ല. മുത്തശ്ശൻ ഈ കാറിലെ സർക്കിട്ട് പോകുന്നേ? എന്നെ കൊണ്ടുപോകും ഒരു തവണ സർക്കിട്ടിന്. പിന്നെന്താ, പോവാലോ. നമുക്ക് ഇവനെയും കൊണ്ടുപോവാം. സർക്യൂട്ടൊക്കെ കഴിഞ്ഞ് എപ്പോ വന്നു? 2 ദിവസമായി. ഓള് പറയും വന്നാ പിന്നെ കാറ് കയറി ചുറ്റി കുറച്ച് വെള്ളം വേണ്ടെന്നേ പോട്ടെ. കുറച്ച് വെള്ളം എടുത്തോണ്ടേ. നെയ്യപ്പം തിന്നു. വെള്ളം വെള്ളം ചെല്ല്. പിള്ളേര് പറഞ്ഞു കേൾക്കില്ല. പെണ്ണുങ്ങളെല്ലാം പലഹാരപ്പുരയില്ല. അക്കരെ ശിവന്റെ അമ്പലത്തിൽ ഉത്സവല്ലേ നാടകം പോലെ. അല്ല ശ്രീധരേട്ടൻ എവിടെയൊക്കെ പിന്നെ പേർഷ്യ. മുത്തശ്ശന് വെള്ളം വേണോന്ന് പറഞ്ഞു. നെയ്യപ്പം പോതിട്ടാത്ത കഴുത. നിനക്ക് എന്ത് കോണാത്തിന് കൊള്ളാടാ. ഇതിനൊക്കെ വളം വെച്ച് തന്നെ എന്നെ വേണം തല്ലാൻ. ഇവിടെ അക്കരാണെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഒരു ഇന്ത്യച്ചക്കൻ ഒരു മുസ്ലിം പെണ്ണിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞ തുടങ്ങി അക്കരം എന്ത് പറഞ്ഞാലും ഒരു അക്കരം. ഇവിടെ ഉള്ളത് മനുഷ്യന്മാരല്ലേ. ജബ്ബാറിന് വിടരുത്. ചേടാ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവനെ കണ്ടതാ. ഒരു കൂടെ ചായ തന്നു. ആ, മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ മുത്തശ്ശനൊന്നും അറിഞ്ഞില്ലേ? ഭയങ്കര സംഭവങ്ങളല്ലേ ഇവിടെ നടന്നത്. എന്താടാ? മുത്തശ്ശൻ സർക്കിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം ജബ്ബാർ കടയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. എന്തോ കണ്ടു പേടിച്ച് ജബ്ബാർ എങ്ങോട്ടോ ഇറങ്ങി ഓടി. നാട്ടുകാർ നാട് മുഴുവൻ തപ്പി. അവസാനം നമ്മുടെ ജോസിന്റെ അമ്മൂമ്മ പുഴക്കരയിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജബ്ബാർ എവിടെന്നോ 4 കാലം പറിച്ചോണ്ട് ഓടി വന്ന് പുഴയിലേക്ക് ചാടുന്ന കണ്ടത്. ബോധം തെളിയാൻ 3-4 മണിക്കൂർ എടുത്തു. എന്തേലും കണ്ട് പേടിച്ചതാവും എന്നാ എല്ലാരും കരുതിയത്. പക്ഷെ സംഭവം അതല്ലായിരുന്നു. ജിന്ന് കയറിയതാ.
ആദ്യം ഇതാരും വിശ്വസിച്ചില്ല. നമ്മുടെ വൈദ്യര് പറയുന്നവരെ അങ്ങേര് ഒരു ഞവരക്കിഴിയും കഴിഞ്ഞ് പുഴക്കര വഴി വരുമ്പോഴാ ഓ ജബ്ബാറിന്റെ മുന്നിൽ കരിമ്പനയുടെ വലിപ്പത്തിൽ ഒരു ജിന്ന് നോക്കി നിൽക്കുമ്പോഴല്ലേ ജിന്ന് കടുകു മണിയോളം ചെറുതായി ജബ്ബാറിന്റെ വായിലോട്ട് അങ്ങോട്ട് കേറിപ്പോയത്. ഓ അപ്പൊ കേറി ജിന്നാണെ പിന്നെ ഇറങ്ങി പോയിട്ടുമില്ല. അത് മാത്രമല്ല അങ്ങേർക്ക് ഇപ്പൊ മരിച്ചവരെ കാണാൻ പറ്റും, അവരോട് സംസാരിക്കാനും പറ്റും. ജബ്ബാർക്ക ആരാണ്ടാ അത്? ഞാൻ വൈശാഖൻ. എന്നോടല്ലേ ചോദിച്ചത്? ആരാണ്ടാ? വൈശാഖൻ. പപ്പാ ചെക്കനെ ഉപദ്രവിക്കല്ലേ? അറിയാലോ നിനക്കെന്നെ. സംഭാരം. ആ ഒരു ഗ്ലാസും കൂടെ. എനിക്കല്ല, ജെന്നിനാ. മോനെ ജിന്നിനും കൂടെ ഒരു ചായ എടുത്തോട്ടാ. അത് വിത്തൗട്ട്. മോനെ ഒരു ബിരിയാണിയും കൂടെ. എനിക്കല്ല, ജിന്നിനാ. എന്താ ജബ്ബാർക്ക കുളിയെ കഴിഞ്ഞോ? ആ എന്റെ വിളി കഴിഞ്ഞ് ഇനി ജിന്നിനെ വിളിക്കണം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ കോഴി ബിരിയാണിയും തൊട്ട് എണ്ണ വെച്ച് കുളിക്കുന്ന ജിന്നെ. ജബ്ബാർ കള്ളം പറയുന്നാടാ. ജബ്ബാർ കള്ളം പറയും, പക്ഷെ ജിന്ന് പറയൂല. അത് ഞങ്ങക്ക് അറിയാൻ ജബ്ബാറെ. പിന്നെ എന്താ ഈ വഴിക്ക്? അല്ല അത് നിനക്ക് ഈ വശീകരണത്തിന്റെ പരിപാടിയുണ്ടോ? ഈ അല്ല നിനക്കല്ല, ജിന്നിന്. അല്ല ആരെയാ ഈ പ്രായത്തില് ശ്രീധരേട്ടന് വശീകരിക്കേണ്ടത്? ആരെയാ? അത് അക്കരെയുള്ള ഒരാളാ. കൊച്ചുമോൻ വളർന്ന് തോളപ്പോയി. അപ്പോഴും ശ്രീധരേട്ടൻ ഇതിനൊന്നും ഒരു കുറവുമില്ല അല്ലേ? ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇവിടെ ജിന്നുണ്ട്, ജിന്നുണ്ട് ഇവിടെ ജിന്ന്. ജബ്ബാർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഐശ്വര്യോട് പിടിച്ച് അവിടെ കിടക്കുന്നതിന്റെ തലക്ക് മൂടത്തിന് കിട്ടുന്നു. അപ്പൊ മുത്തച്ഛൻ വരുന്നില്ലേ? അതേടാ, നിന്റെ കല്യാണാലോചനക്ക് പോകല്ലേ, ചെല്ല്. മുത്തച്ഛ നമുക്ക് നാളെ വെട്ടമുള്ളപ്പോ ഒന്ന് കയറിയാ പോരെ? എടാ കഴുത, എന്നാ ചെണ്ടയും കൂട്ടി നാട്ടുകാരൻ വിളിച്ചിട്ട് വരാം. നീ കേറ്. അല്ലെങ്കിൽ നിക്ക് ഒരു ചെറിയ കാര്യമുണ്ട്. ഇടവാ, ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് എവിടെ വെച്ചത്? നീ വാ പിടിച്ചേ. കുറച്ചുകൂടി ധൈര്യമല്ലേ? കുറച്ചുകൂടി ധൈര്യം കിട്ടും. ധൈര്യം മോനെ മനുഷ്യ, മരത്തിന്റെ മൂടയിൽ നിന്ന് നേരെ ഓടിന്റെ മണ്ടയിൽ ഇറങ്ങണം. അവിടെ വടക്ക് നിന്ന് 1, 2, 3, 4, 5 മാറ്റി കഴിഞ്ഞാ തട്ടുമുറം. മുത്തശ്ശന് ഇത് എത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? എത്രാമത്താന്നാ പറഞ്ഞേ?
എവിടെ? കിഴി കുറച്ചുകൂടി ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട്. ഇവിടെ? ആ ഇച്ചിരി അവിടെ. ഇവിടെയല്ലേ തല വെക്കുന്നത്? കാണിച്ചു തരാം. ഇവിടെ. ഓ, ഇതെന്തിനാ മുത്തശ്ശൻ പറഞ്ഞേ? എന്തോ വശീകരണോ എനിക്ക് മനസ്സിലായില്ല. മുത്തശ്ശൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് അടുക്കളയിൽ എന്ത് ചെയ്യുന്നു? എന്താ? കൊള്ളാം ശരിക്കും. പക്ഷെ മധുരമായിരുന്നു. നിനക്ക് മരത്തെ കയറിയോ? ഇല്ല. തീരെ അറിയില്ല? ഇതിലേത് മാങ്ങയുണ്ട്? മാങ്ങയല്ല, ഇത് മാവല്ലേ? അത്. ഏത്? ഇതോ? വൈശാഖം പേടിച്ചൂറിയല്ലേ? കുറച്ച്. അവൻ എന്റെ ചോരടാ. മിഴിയെന്തോ മിണ്ടിയോ മനം വരിവണ്ടായി മൂളിയോ നനയും മഞ്ഞുമഴ കളിവാക്കിൽ പെയ്തുവോ കരളിൽ ഊയലിടാൻ കനവുകൾ കുരുവികളായി വരും നീലനില മിഴിയെന്തോ മിണ്ടിയോ മനം പാറി വരും വരിവണ്ടായി മൂളിയോ തെന്നലോടൊരു കൊഞ്ചൽ കന്നിത്തേൻ മഴച്ചാറ്റൽ പൊന്നു തൂകിയ പുഞ്ചിരി എന്നിലായിരം പൂത്തിരി ഒരു പൂന്തണലിൻ കുളിരേറ്റിനിയും വെൺപ്രാവുകളായി കുറുകാൻ നിൻ കൈ തഴുകും കിതാബുകളിൽ മയിൽപീലികളായി ഞാനും മൈലാഞ്ചിയിൽ മൂടും വാനം ചായും കവിളുകളിൽ നുള്ളിടുവാനുള്ളകെ നിറയെ ഉണരും കൊതിയാ നീല നീല മിഴിയെന്തോ മിണ്ടിയേ മനം പാരി വരും വരിവണ്ടായി മൂളിയേ മനോഹരി തെളിഞ്ഞിടും നിലാവ് പോൽ ഒരുങ്ങിനി പ്രഭാതമായി പ്രകാശമായി ജനാലയിൽ തിളങ്ങിനി ഇണങ്ങിയും പിണങ്ങിയും കുറുമ്പിന നീ തുളുമ്പിയോ കണ്ണാടിയിൽ നോക്കും നേരം നാളം നിറമണിയും പെണ്ണാണിവൾ എണ്ണിക്കാത്തെ കനവിൻ മധുമണികൾ
മുത്തശ്ശൻ ബീവിയുടെ വീട്ടിൽ നെയ്യപ്പം തിന്നിട്ടുണ്ടോ? ആ നെയ്യപ്പത്തിന്റെ മണോ ഫിദയ്ക്ക്. പിറന്നാളായിട്ട് മുത്തശ്ശൻ ഇതോടെ പോവാ? ഇത് പുതിയ ചുമ്മാ ഇരിക്കെ. എടാ ഒരു അബദ്ധം പറ്റിയടാ. പായസമല്ലേ? എനിക്ക് അപ്പോഴായിരുന്നു മുത്തശ്ശന് പായസം ഉണ്ടാക്കാനൊന്നും അറിയില്ല. അതല്ലടാ, നിന്നോട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു. അവളും ഇവിടെ തന്നെയല്ലേ വളർന്നത്. അവൾക്ക് എന്നോടൊന്നും തോന്നൂലടാ. എന്താ ഇതാണോ പായസം? ചുമ്മാ ഇരി. നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊണ്ട് കൊടുക്കും. വലിയ ഉറപ്പൊന്നും ഞാൻ പറയാനില്ല. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവൾക്ക് തന്നെ മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? മറ്റുള്ളവരെ പോലെ നീയും ജീവിച്ച് മരിക്കും. ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം. മുത്തശ്ശൻ അവിടെ പോലെ. മുത്തശ്ശൻ എത്രാമത്തെ പിറന്നാളാ? 71. അമ്പോ. പായസം മുത്തച്ഛന്റെ പിറന്നാളാ. മുത്തശ്ശൻ ഉണ്ടാക്കിയതാ? ശ്രീധരൻ, കേളൂന്റെ അച്ഛൻ. ഏത് കാറുള്ള ശ്രീധരനോ? അല്ലാതെ വേറെ ഏത് ശ്രീധരൻ അറിയാൻ നിനക്ക്? കാറ് മറിഞ്ഞിട്ടാ ആനമുത്തി മലയുടെ മോളിൽ നിന്ന്. അവൻ അറിഞ്ഞു കാണുമോ എന്തോ? അവനകത്തുണ്ട്. വൈശാഖ, വൈശാഖന് മുത്തശ്ശൻ എഴുതുന്നത് വായിക്കാറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊന്ന് വായിച്ചു കൊടുക്കുക. വൈശാഖ, മുത്തച്ഛനൊരു സർക്കിട്ട് കൂടെ പോകാടാ. പക്ഷേ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല. കേളുവിന്റെ മക്കളിൽ എൻ്റെ കുടുംബം നിലനിർത്താൻ പോകുന്ന നീയായിരിക്കുമെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു. നീയും എന്നെപ്പോലെ ഒരുപാട് കാലം ജീവിക്കും. ഈ നശിച്ച ശാപം കിട്ടിയ മണ്ണിൽ കിടന്ന് മരിക്കില്ല എന്ന് ആഗ്രഹിച്ച് നടന്നായ അത് പേടിച്ച സർക്കിട്ടെന്നും പറഞ്ഞ് കുറെ കാലം കറങ്ങിയത്. പക്ഷെ അത് മാത്രം നടന്നില്ല. എങ്കിലും ഏത് സമയത്തും ആര് വേണേലും മരിച്ചു വീഴാവുന്ന ഇവിടെ എൻ്റെ മരണം ഞാൻ തീരുമാനിച്ചു. ഞാൻ മരണത്തെ തോൽപ്പിച്ചു വൈശാഖ. ഒരു കാര്യം കൂടി, മരണമുണ്ടാക്കുന്ന നഷ്ടം എത്രയാണെന്ന് നിനക്കറിയില്ല. അതും എൻ്റെ മരണം കൊണ്ട് ഞാൻ നിനക്ക്
കാണിച്ചു തരും. സ്നേഹത്തോടെ നിന്റെ മുത്തച്ഛൻ. സുഖേട്ടൻ കേട്ടാ, ഇത് അപകടമല്ലാന്ന് തോന്നുന്നു. അങ്ങേര് തന്നെ കാറ് മുറിച്ചതാ. അങ്ങേര് മരണത്തെ തോൽപ്പിച്ചതാ. ശ്രീധരേട്ടന്റെ മരണം അങ്ങേര് തന്നെ തീരുമാനിച്ചു. അതെ, ഈ നാട്ടിൽ അങ്ങനെ ഒരു കേട്ടുകേൾവി ഉണ്ടാ? എന്താ ധൈര്യം! ഹോ, എന്തൊരു മനുഷ്യനല്ലേ! മുത്തശ്ശൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ മുത്തശ്ശൻ വലിയ ആളായി. എന്തായാലും മുത്തശ്ശൻ അത് മരിക്കാതെ ചെയ്യാറുണ്ട്. മുത്തശ്ശൻ പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി. ഇതേടെ അടുത്ത് പോവാന്ന് വെച്ചതാ. പക്ഷെ മുത്തശ്ശനില്ലാതെ ജബ്ബാർക്ക് കുറെ ചരട് ഊതി തന്നു. ഒരു കാര്യമില്ല. മുത്തശ്ശനെ പോലെ മരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കാറില്ലല്ലോ. വിഷമം വന്ന അക്കരെ ഉള്ളവരൊക്കെ കള്ളു കുടിക്കുന്നു. എൻ്റെ വിഷമം കൂടിയേ ഉള്ളൂ. മുത്തച്ഛ, അക്കരെ അറബി പഠിക്കാൻ ഫിദയും പോയി. കുറേ കാലം കഴിഞ്ഞ് അത്ര വേണോ? അത്തർ വേണോ? അത്തർ അറബി നാട്ടിലുണ്ടാക്കുന്നല്ലോ ഒന്നാം തരം അത്ര. ജനത്തുൽ ഫിർദൌസ്, അൽ ഹർമൈൻ. വേണ്ട വേണ്ട. എന്നാ പിന്നെ സുർമ എടുക്കട്ടെ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല.
അത്ര വേണ്ടെന്ന് പറഞ്ഞു. എന്നാ എനിക്കൊന്നും വേണ്ട, മതിയോ? ഭ്രാന്തം പോക്കർ പറഞ്ഞ പോലാണെങ്കിൽ നാളെ ഇബ്ലീസ് സന്തോഷിക്കുന്ന ദിവസം നീയും. അപ്പതാ എല്ലാവരെയും പോലെ നീയും ചിരിക്കും. പിന്നെ വീടെന്ന് പറഞ്ഞാൽ മോക്കത്ത് നോക്കാതെ ആരെങ്കിലും പറഞ്ഞില്ലേ? എന്ത് വെച്ചിടോ സുലൈമാനെ, എൻ്റെ മോക്ക് ഇത് എന്താ പറ്റിയേ? അക്കരയിൽ വന്നല്ലേ, വേണ്ടാത്തൊക്കെ പഠിച്ചു കാണും. ആ എന്താ നീ നോക്കി നിക്കണേ? ഒന്ന് കേറി നോക്ക് വൈശാഖ. അയ്യോ, പാട്ട് നിന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞതാ മരത്തെ വലിഞ്ഞു കേറണ്ടാന്ന്. പറഞ്ഞിട്ട് കേക്കണ്ടേ? അതിന്റെ സമയമായി പിന്നെ ആര് പറഞ്ഞാലും കാതി കയറൂല. തന്നെയാണോ സുഖേട്ടാ? അല്ലേലും ഇനി ഇവൻ ഇതൊക്കെ തന്നെ മതി ജോസേട്ടാ.
ചെക്കൻ പോയോണ്ട് ബാങ്കുകാർക്കൊക്കെ പണിയായി. ആ കേട് പക്ഷേ അബൂബക്കർ ഇപ്പൊ അടയ്ക്കതേ ഉള്ളൂ. അപ്പൊ അടുത്തല്ലേ? നീ പട്ടി ചോദിച്ചില്ലേ മരിച്ചവരൊക്കെ എവിടെ ജീവിക്കുന്നത്? ഇവിടെ തന്നെയാടാ, ഇവരുടെ കൂടെ തന്നെ. ആ സത്യം. ആദ്യം നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടൊന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് സർക്കിട്ട് പോകാൻ. സർക്കിട്ട് പോകാനാ? ഇപ്പോഴും ഞാനങ്ങൂല്ല. ഇല്ലേ നിനക്ക്? പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോണു? ഓ അപ്പൊ അത് ശരി. എടാ പോത്ത് നിനക്ക് ബോധമില്ല. എടാ അത് അവളുടെ കണ്ണിൽ വല്ല കരണ്ടും പോയതായിരിക്കും. അവള് കരഞ്ഞൊന്നുമല്ല, അവൾക്ക് എന്നോടൊന്നുമില്ല. ഞാൻ കണ്ടതാ അവള് കരയുന്നത്. എടാ നീ മരത്തിൽ നിന്ന് വീണെന്ന് അറിഞ്ഞപ്പോൾ നീ രക്ഷപ്പെടരുത് പ്രാർത്ഥിച്ചിട്ട് ഓടി വന്നവനാണ് ഞാൻ. അറിയോ നിനക്ക്? എനിക്കിപ്പോ മരിക്കണ്ടായിരുന്നു മുത്തശ്ശ. എനിക്ക് മുത്തശ്ശന്റെ ഒക്കെ പ്രായമാകുമ്പോ മരിച്ചാ മതി. ഓ അങ്ങനെ. എടാ ഈ നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കും. നീ കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? എന്താ കാര്യം? ആ പറഞ്ഞുതരാം. അതായത് ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരൂല, മുടി നരക്കൂല, തൊലി ചുളുക്കൂല, അങ്ങനെ തന്നെ ഇരിക്കും. ആ എനിക്ക് അബദ്ധം പറ്റിയാന്നേ. കുറച്ച് നേരത്തെ മരിക്കണോ ചെറുപ്പിട്ടിരുന്നാലും. എടാ മുസ്തഫ. ഏതാടെ ചുള്ളിക്കമ്പ്? മുത്തശ്ശേതാ മുസ്തഫ. ഏതാടെ ഉണക്കക്കമ്പ്? എടാ മുത്തശ്ശൻ. ഓ മറ്റേ സർക്കിട്ട്. സർക്കിട്ട് മുത്തച്ഛൻ. അപ്പൊ മുത്തച്ഛനാണ് സംഭവിച്ചത്. വൈശാഖ സ്വന്തം ശവത്തിന്റെ പുറകെ ഇങ്ങനെ മണത്ത് കണക്കുന്നത് പോക്കണങ്ങടാ. ഇവിടെ എന്തൊക്കെ പരിപാടിയുണ്ടെന്ന് അറിയോ നിനക്ക്? എന്ത്? എന്താ എന്തെന്ന് കണ്ടോ? ഉയർന്നു ചെന്നു നിന്നു നമ്മെ നോക്കാറുണ്ടോ? ഓരോ
പാട്ട് നന്നായിരുന്നു ട്ടോ. എടാ, ഒരു കുപ്പി കൂടെ താടാ. അവിടെ പാട്ടുണ്ടോ പാട്ടുണ്ടോ പാട്ടിനൊത്ത ചുവടുണ്ടോ കരമുണ്ടോ ദിനമുണ്ടോ ഇത്രയും കഴിച്ചിട്ട് എനിക്ക് ഇന്നൊന്നും ആണില്ലല്ലോ മാധവ. പക്ഷെ എനിക്ക് പാട്ടിനൊത്ത ചുവടുണ്ടോ കരമുണ്ടോ ദിനമുണ്ടോ കാലം കോലം മാറാറുണ്ടോ. അപ്പൊ ഇയാള് മരിച്ചല്ലേ? അതിന് മരിച്ചെന്ന് വെച്ചാൽ നമുക്ക് എന്താ കള്ളു കുടിക്കണ്ടേ? ടാ, ഈ ജീവിച്ചിരിക്കുന്നവരുടെ രുചിയും സുഖവും ലഹരിയൊക്കെ അവരറിയാതെ നമുക്ക് കട്ടെടുക്കാൻ പറ്റും. അപ്പോ അവര് പറയും ഇതിനൊരു രുചിയില്ലല്ല. ഇന്ന് എത്ര കഴിച്ചിട്ടോ ഒന്നും ആയില്ല. കൊച്ചുമരക്ക് ഇങ്ങോട്ട് വന്നല്ലേ, ഒരെണ്ണം കൂടി അടിയണം. ഞങ്ങൾ ഇന്ന് തന്നെ പോവാ. ഓ സർക്കിട്ട്. എടാ വൈശാഖ, നിനക്കെന്താ വട്ടായ? ജീവിച്ചിരിക്കുമ്പോ അവൾക്ക് എന്നോട് തോന്നാത്ത മരിച്ചുമ്പോ എന്നോട് തോന്നിയെന്നാ നീ പറയുന്നത്. സംഭവം ശരിയാ, അവരെ കാണാനും അവര് പറയുന്നത് കേൾക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ഇത് വേറെ ലോകമാ. നീ പറയുന്ന പോലെ നടക്കൂല. എന്താടാ അങ്ങനെ അവൾ ഇവനെ ഓർത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആണെങ്കി ഇപ്പൊ എന്താ? അയ്യോ എന്താ മുത്തശ്ശ? സുകുമാരൻ ക്ലാസ് ഒരു പാട്ട് കേട്ടോ? പാട്ടാ? ആ, അതിനെനിക്ക് 2 കുപ്പി ചെല്ലണം. ഇതിനകത്ത് ആരുമുണ്ട്? ചോസടാ, അകത്തിരിക്കുന്നു. ചോസടാ, സുഖമായിട്ടെന്റെ ചത്തുപോയി തന്ന മനോഹരൻ. നിങ്ങളൊന്ന് ചുമ്മാ ചോസടാ. മനോഹര, നിന്റെ പോലെ ഇന്നും കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ. നാണം കെടുത്താനായിട്ട് ഇവൻ ജനിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗുണം പിടിക്കൂലെന്ന്. ചോസടാ, കേട്ടോ കേട്ടോ? അപ്പൊ നമ്മൾ പറയുന്നവർ കേൾക്കാൻ പറ്റൂ? കക്കാമ്പൂരിലെ സുമാരൻ ചെറിയ പേടി കാണും, അതുകൊണ്ടാ കേൾക്കാൻ പറ്റും. വലിയ പേടി കാണാനും പറ്റും. ചോസടാ, ഒരു സഞ്ചി കൂടി എടുക്കായിരുന്നു. ചോസടാ, നാളെ എടുക്കാം. ഇവനൊക്കെ വിചാരേ ഇതൊന്നും ആരും കാണില്ലെന്നാ. പാട്ടുണ്ടോ? കാണാൻ പറ്റില്ലേ മുത്തശ്ശ? ഇവര് നമ്മളെ കാണുവാണെങ്കിൽ ഇങ്ങനെ കളറായിട്ട് തന്നെയല്ലേ കാണുക? ജീവിച്ചിരിക്കുന്ന ഒരു മണ്ടന്മാരടാ, അവര് നമ്മള് വെള്ളയും വെള്ളയിട്ടേ കാണുള്ളൂ. മുത്തശ്ശ, നമ്മൾ എങ്ങനെ ഫിദയുടെ വീട്ടിൽ പോകുന്നേ? ഇങ്ങനെ കണ്ണടച്ചിട്ട് ഫിദയുടെ വീട് എന്ന് പ്രാർത്ഥിച്ചാൽ മതി? അതോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓടിച്ചെന്ന് പറന്നു നിന്നിട്ട് ഫിദയുടെ വീട് എന്ന് പറഞ്ഞ ഫിദയുടെ വീട്ടിലെത്തുവോ? ഇത് എപ്പോ നടന്നെത്താനാ? മോനെ, നീ വന്നാ? എന്തു പറ്റിയതാടാ? ഒരു മരത്തേന്ന് വീണതാ. സൂക്ഷിക്കണ്ടാ നീ. ആ, എന്തായാലും നല്ല സമയം. വാ വാ. മുത്തശ്ശ, ഈ ജീവിച്ചിരിക്കണവരെയും മരിച്ചവരെയും നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് എളുപ്പമല്ലടാ. ഈ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിച്ച് ചിരിക്കാതെയും സന്തോഷിക്കാതെയും മുഖം വീർപ്പിച്ച് നടക്കുന്നവരെ കണ്ട വിചാരിച്ചോ അവര് മരിച്ചിട്ടില്ല. എന്നാ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളെ ഓർത്ത് സ്വയം കളിയാക്കി ചിരിച്ചും സന്തോഷിച്ച് നടക്കുന്നവരുണ്ടോ അവര് മരിച്ചവരാ, നമ്മളെ പോലെ. ശരിയാ. അയ്യോ മുത്തശ്ശ,
ഈ ജീവിച്ചിരിക്കുന്നവരെ ഇട്ടിട്ട് പോലെ. എടാ പൊട്ട, അങ്ങനെയൊന്നും കേറാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇനി ആരെങ്കിലും വന്ന് തുറക്കണവരെ നമ്മൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ? വരും. മരിക്കണ്ടത്. ഞാനെത്ര ഇത് തുറന്നേ? തലയിടിച്ച് വീണല്ലേ, എന്തോ പറ്റിയിട്ടുണ്ട് അവന്. ഉറങ്ങുമെന്ന് തോന്നുന്നു. ഉറങ്ങിയിട്ടില്ല. കണ്ടോ കണ്ടോ? എന്ത് കണ്ടാം? അത് നീ മുമ്പ് ഇവിടെ മറന്നിട്ടായിരിക്കും. അല്ല, ഇത് വെച്ചിട്ട് എന്ത്? അടഞ്ഞ വാതിൽ തുറന്ന പോലെ നീ എന്നെ വീണ്ടും വിളിച്ചിരുന്നോ? ഉൾക്കണ്ണുകൊണ്ടേ തിരഞ്ഞുവെന്നാൽ ഞാൻ കൂടെയില്ലേ? കുട്ടിക്കാലത്തെ പട്ടങ്ങൾ പോലെ നാം ഒന്നായി വാനിൽ പറന്നോരല്ലേ? മുട്ടായി കൂട്ടം തട്ടിപ്പറിച്ചോടാനൊന്നായി പമ്മി ചെന്നോരല്ലേ? എന്നിട്ടും നീ എന്നുള്ളത്തിൻ ഇഷ്ടത്തെ വെട്ടത്തിൽ കാട്ടാഞ്ഞതെന്തേ? കാണാദൂരത്ത് ലോകങ്ങൾ രണ്ടായി നാം ഇന്ന് വേർപെട്ടു. ചേട്ടാ, ഞങ്ങൾ അക്കരയിന്ന് വരുവാ. ആയിക്കോട്ടെ. ഈ മരിച്ചിട്ട് ഒരുത്തൻ ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞത് ഈ നാട്ടിലാണോ? ഓ അതെ. എന്തിനാ? അയാളെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരേ താളത്തിൽ കൈകോർത്തേ പോവാൻ, ഒരേ പൂക്കാലം പങ്കിട്ടെടുക്കാൻ, ഇളം തണുപ്പോലും ആ പാലം കടന്നിങ്ങ് പോരും. നില പൂവിരിച്ച് പാത തീർത്തിടാം വീണ്ടും നാം ഒന്നാകും നേരം വരെ.
ജബ്ബാർക്ക ജബ്ബാർക്കോയ് ജബ്ബാർക്ക ഞാനാ വൈശാഖൻ. ഞാൻ 2 ദിവസം മുമ്പ് മരിച്ചായിരുന്നു. ഇക്ക അക്കരയായിരുന്നു അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ എൻ്റെ കൂടെ മുത്തശ്ശനുണ്ട്, പിന്നെ എൻ്റെ പഴയ ചങ്ങായി മുസ്തഫയുണ്ട്. സുഖമായിരിക്കും നിക്ക. ഞാൻ ജബ്ബാർക്കയുടെ കാര്യം മറന്നേ പോയി. എനിക്ക് ഇവിടുത്തെ ഫിദയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ജബ്ബാർ. കള്ളനാ പേരും കള്ളൻ. ഓൾ അക്കരന്ന് വന്നപ്പോ തുടങ്ങിയതാ ഒരു സൂക്കേട് പോലെ. എപ്പോ നോക്കിയാലും ഒരു തുമ്മലും ചീറ്റലും. ഓളുടെ കൂടെ ഏതോ സെയ്ത്താൻ കൂടി ഉണ്ടെന്നാ തോന്നണേ. ജബ്ബാർക്ക് ശരിക്കും ഒന്ന് നോക്ക്. ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ തലവട്ടം കണ്ടപ്പോ ഇറങ്ങി ഒറ്റ ഓട്ടം. ഇയാള് കാരണം എത്ര ദിവസം ഞാൻ പനിയും പറയായിട്ട് കിടന്ന്. അവനങ്ങനെ പറ്റിക്കും. പേടിക്കണ്ട, ഇനി ഒരു ഉപദ്രവം ഉണ്ടാവൂല. ശ്രീധരനാ, ആ പട്ടീനെ പുറത്ത് കെട്ടിക്കണം. അത് ജിന്നിന് അത്ര തൃപ്തി ഉണ്ടാവൂല. സാധാരണ ഈ കാര്യങ്ങൾ ജിന്നങ്ങനെ പറയാറില്ല. ഇത് നിങ്ങളുടെ കാര്യമായതുകൊണ്ടാ. 70 കാണുന്നത്. അതായത് 71ാം പിറന്നാളിൻ്റെ അന്ന് സൂര്യാസ്തമനം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവൂല. അതാണ് വിധി. പേടിക്കണ്ട, ഇനിയും കുറെ സമയമുണ്ട്. രീതിയിൽ നോക്കിയ നന്നായി. എന്തെന്നായി? ഒന്നും നന്നായില്ല. അതല്ല, ഞാൻ നീ ഒന്നും പറയണ്ട. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണ് ശ്രീധരൻ. നീ പറ. മരിച്ചവരെ പോലെ ജീവിക്കണം. ഇതൊരുമാതിരി മരണത്തിന് ഇടക്കാത്ത പണിയായിപ്പോയി. ഇതിനൊക്കെ ശ്രീധരനെ പറഞ്ഞാ മതി. മുത്തശ്ശന ഇതിനെല്ലാം കാരണം. പിന്നല്ലാതെ നീ ചെക്കനാ ബീവിയുടെ വീടിന്റെ ഓട് പൊളിച്ച് അകത്തേക്ക് ഇറക്കി വിടുന്നത് ഇവിടെ ആരും കണ്ടില്ലാന്ന് എന്റെ വിചാരം. ഹൈ, അതെന്താ നമ്മളെല്ലാരും ഒരുമാതിരി ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കൂടെ എല്ലാരും കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ. അയ്യേ, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്ക്. എന്ത് ചെയ്യാനാ? ആ കൊച്ചു മരിച്ച് ഇങ്ങോട്ട് വരട്ടെ. അതെ, അതുവരെ ഇവന് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇതല്ല നാട്, ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. എന്നാ പിന്നെ ശ്രീധരേട്ടൻ ഇവിടെ നിൽക്കട്ടെ, അവനൊരു കൂട്ടാവൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ ബീവിയുടെ വീട്ടിലെ കൊച്ചല്ലേ, അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂല. ആ ബീവിനെ തന്നെ കണ്ടില്ലേ, 190 വയസ്സായി. അത് ശരിയാ. വീട്ടിലെ പെണ്ണുങ്ങൾ പെട്ടെന്ന് മരിക്കൂല. അതിനിപ്പ എന്താ, അവൻ കാത്തിരുന്നുള്ളൂ അല്ലേ വൈശാഖ? എന്ത് കാത്തിരിക്കാൻ? ഈടാ അന്ന് പറ്റൊന്നുമില്ല. പറ്റാതെ പിന്നെ കൊച്ചിനെ കൊല്ലാൻ പറ്റോ? ഇതിപ്പോ ഏതാണ്ട് ഞങ്ങളുടെ ആവശ്യം പോലെ ആയല്ലോ ശ്രീധര. അല്ല, ഈ കൊല്ലുന്നത് നല്ലതല്ലേ? അത് ആലോചിക്കാവുന്ന സംഗതിയാണല്ലോ. അതെ, മരിച്ച ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. എന്നാലും കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അതൊരുമാതിരി മനുഷ്യന്മാരെ. ഒരു തെറ്റൂല്ലെന്ന് അവർ ഇങ്ങോട്ടേക്കല്ലേ പറഞ്ഞേ. ആ കൊച്ചിനത് സന്തോഷവും. എന്നാ പിന്നെ ശ്രീധരേട്ടാ, അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താലോചിക്കാൻ? നിങ്ങൾക്ക് എന്താ വട്ടായോ? ഒരാൾ കൊല്ലാന് ജീവിച്ചിട്ട് ചെയ്തിട്ടില്ല. പിന്നെ അല്ല, അതുപോലെ അല്ലല്ലോ ഇത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ കുറിപ്പിട്ട് ഞങ്ങളുടെ കൊല്ല്. ഇവൻ ഈ പ്രായത്തിൽ ഒരു അബദ്ധം പറഞ്ഞു വെച്ച് എല്ലാവരും കൂടെ എന്റെ പുറകെ തൂങ്ങുക. എന്റെ പൊന്ന് പറയും ചേട്ടാ, നിങ്ങൾ ഇതിന്റെ കൂടെ കൂടിയല്ലേ. കുറെ കാലമല്ലേ ചത്തിട്ട്, ഇതുവരെ വിവരവും പൊക്കണമൊന്നും വെച്ചില്ല. അതല്ലടാ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഏതായാലും ഞാൻ അക്കരക്ക് പോവാ. മുസ്തഫ വരണ്ട, നീ വരുന്നിട്ടെങ്കിൽ വാ. ഞാൻ ഏതായാലും അക്കരക്ക് പോവാ. എന്താന്ന് വെച്ചു കൊല്ലാൻ ഒരു വിവരമില്ലാത്ത കുറെ. വേണ്ട, ഒരുത്തരം വരണ്ട. ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എത്ര സർക്കിട്ട് പോയെന്നറിയോ? ഇപ്പൊ അക്കര കണ്ടിട്ട് 3-4 കൊല്ലമായി. എനിക്ക് ശേഷം വന്നവരൊക്കെ ടാറ്റയും പറഞ്ഞ് പോയി. ഇവനൊക്കെ കാത്തിരുന്നു. മുത്തശ്ശനോട് ആരാ ഞാൻ വരുന്നവരെ കാത്തിരിക്കാൻ പറഞ്ഞു? എങ്ങോട്ടെന്ന് വെച്ചാൽ പോയി കൂടായിരുന്നു. അതിനാര് കാത്ത്? അങ്ങേർക്ക് അവിടെ നിന്ന് പോവാൻ പറ്റണ്ടേ? എന്താ നീ കാരണം? ഞാൻ കാരണം?
നീ ഇവിടെ കള്ളും കുടിച്ചിട്ട് മുത്തച്ചാന്ന് മോഹിക്കൊണ്ടിരുന്ന ഞാനങ്ങനെ പോരാ. അപ്പൊ എന്റെ സങ്കടം കണ്ടിട്ടാ ശരിക്കും മുത്തച്ഛൻ പോയിരുന്നു. അതല്ലടാ മരിച്ചു കഴിഞ്ഞു ആരെയും നമ്മൾ ഓർക്കണ്ടിരുന്ന നമുക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റൂല. നീ അങ്ങനെ മറക്കാത്തോണ്ട് അങ്ങേർക്ക് അക്കരെ പോകുന്ന കറുത്ത് പോലും കാണാൻ പറ്റില്ല. പിന്നെയല്ലേ സർക്കിട്ട് പോവാൻ. അതല്ലെങ്കിൽ പിന്നെ നീ മരിക്കണായിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ മരിക്കാൻ വേണ്ടി കാത്തിരുന്നാണല്ലേ. എനിക്കും എപ്പോഴാണെങ്കിലും പോവായിരുന്നു. മരിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് അടുത്ത് കാണാൻ പറ്റി. നിനക്കെങ്കിലും എന്നൊന്ന് ഓർത്തിടായിരുന്നോടാ. മുസ്തഫ, നിനക്ക് വല്ലതും കാണാൻ അവിടെ അവിടെ? എടാ പോത്തെ, നിന്നോടാ ചോദിച്ചത് നിനക്ക് വല്ലതും കാണാവൂന്ന്. എനിക്ക് കാണാം. കാണാവോ? മുത്തൻ, എടാ നീ അക്കരെ പോവാൻ നിൽക്കല്ലേ? പോകുന്നില്ലേ? അടുത്ത കടത്തിന് പോവാന്ന് കരുതി. ഞങ്ങളിപ്പോ ഗോവയെന്ന് വരിക. ഗോവയെന്ന്. അവിടെ ഇപ്പൊ സീസണല്ലേ, കാര്യങ്ങളൊക്കെ അടിച്ച് തകർക്കുക. ഇപ്പോഴത്തെ പിള്ളേരല്ലേടാ. അല്ല, നീ ഈ സർക്കിട്ട് പോക്കൊക്കെ നിർത്തിയോ? നിന്നെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എടാ, ഞങ്ങളും മനസ്സുണ്ടായിട്ട് വന്നതല്ല. നാളെ കഴിയ ആണ്ടല്ലേ, എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എടാ, ഈ സമയത്തല്ലേ ഇവരൊക്കെ നമ്മളെ ഒന്ന് ഓർക്കൂ. അപ്പൊ വരട്ടെ. എന്നാലും അതാരാ? അത് ശരി, ഇത്ര നേരം വർത്താൻ പറഞ്ഞിട്ട് അതാരാന്നറിയാൻ പാടില്ലേ? അതല്ലടാ, അതെന്റെ മുത്തച്ഛനെ. മുത്തച്ഛനോ? അതിനുള്ള പ്രായമൊന്നും ആക്കില്ലല്ലോ. അങ്ങേർക്ക് എന്റെ അച്ഛന് 12 വയസ്സുള്ളപ്പോ പരിചയം. എനിക്ക് പടം കണ്ടിട്ടുള്ള പരിചയം. അതല്ലടാ, എന്നെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടാതെ എന്നെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന ഇവനല്ലാതെ വേറെ ആരായിരിക്കും? മുത്തച്ഛ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ, അതാണിപ്പോ കാര്യം. ഇവരുത്തി പറഞ്ഞ അവര് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എടോ, തനിക്ക് കുറച്ചു കാലം കൂടെ കാത്തിരുന്നുകൂടെ? അതല്ലേ വേണ്ടത്. ഞാൻ തന്നെ ഇവക്ക് വേണ്ടി എത്ര വർഷമാ കാത്തിരുന്നെന്നറിയാവോ? ഇങ്ങനെ അവളോരൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. അവനങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അതല്ല, അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാ മുത്തച്ഛ. അതെ, അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാ മുത്തച്ഛ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. ഊമൻ. വലിയ ഊമൻ. It's really me, the Kumao, breathe in or breathe it out. I can float and I can fly, cause I'm the Kumao. When the sun goes out and the moon goes in, you'll find me in the shade. I spin the cane and I shake the trees, cause I'm the Kumao. 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 I'm the Kumao.
ഞങ്ങള് വലിയ കൂമനെ കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം വേണമായിരുന്നു. ഇത്രയും പഴയതാണെന്ന് അറിഞ്ഞില്ല. ചീത്ത പോലെ എന്തോ പറഞ്ഞത്. മുത്തശ്ശി പോന്നു. ചോദിക്ക്. ഞാനെന്ത് ചോദിക്കാനാ? നമ്മുടെ ഭാഷ മനസ്സിലാകണ്ടേ? അയ്യോ, എന്താ സുഖട്ടം നിർത്തി? ജോസഫ് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇറങ്ങിയോ. അതിന് നമ്മള് സുലൈമാക്കയുടെ വീട്ടിൽ പോകല്ലേ? അല്ല, അത് ഞാൻ പോയാൽ മതിയല്ലോ. ജോസഫ് ഇറങ്ങി. എനിക്ക് കുറച്ചേറെ ഇവിടെ തുമ്മ. കുറച്ച് നേരത്തെ സുമാരൻ വന്നു. വാ, ഇരിക്കെ. ജോസ് വന്നില്ലേ? ജോസ് നല്ല സുഖമില്ല, അവനെ വൈദ്യുതരൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചാണല്ലോ കാണാറ്, അതുകൊണ്ട് ചോദിച്ചാ. ഊട് ഉറക്കൊക്കെ ഒരുമിച്ചാണെന്നാ നാട്ടുകാർ പറയാ. അയ്യോ ചുമ്മാതെയാ, അവൻ അവൻ്റെ വീട്ടിൽ തന്നെ ഉറക്കം. 5 മണി പറഞ്ഞിട്ട് 3 മണിയായപ്പം വന്നു. ഇവിടെയാണെങ്കിൽ ഒന്നും ആയിട്ടുമില്ല. എനിക്കറിയില്ല എന്റെ പശുവിനെ. ഈ പെണ്ണുകാരെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വരുന്നിടത്ത് വെച്ച് കാണാം. ഫിദ മോളെ, ഫിദ മോളെ, ഫിദ മോളെ, ഫിദ നിന്നെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. വേഗം താഴേക്ക് വാ. ആ പിന്നെ ഉപ്പ അക്കരന്ന് കൊടുന്ന ചുവന്ന ഉപ്പായില്ലേ, അതിട്ടാ മതി. സുഹറ ചായക്ക് വെള്ളം വെച്ചോ? ആ ലഡുവും ജിലേബിയൊക്കെ എടുത്തു വെക്ക്. ഇതിപ്പോ ആരാ വന്നേ? മോളെ കണ്ണു തുറക്കും. മോളെ കണ്ടോ? വെള്ളം കോരി ഒഴിച്ചാലോ? കണ്ണു തുറക്കും. മോളെ ഓളെ ആരോ പേടിപ്പിച്ചതാ. അവൻ ആരായാലും ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്തായാലും താഴത്തേക്ക് പോയിട്ടില്ല, എനിക്ക് ഉറപ്പാ. വെറുതെ തമാശ കളിക്കാതെ വേഗം പോ. വേഗം പോയിട്ട് വാ. ഞാൻ പോവില്ല. അബൂബക്കറല്ലേ അത്? അബൂബക്കറെ എങ്ങോട്ടാ പായുന്നേ? കണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് കാര്യം പറഞ്ഞുകൂടായിരുന്നു. അതെങ്ങനെയാണ്? എന്നെ കണ്ടപ്പോ തന്നെ ബോധം പോയില്ലേ? ബോധം പോയിട്ട് ഒരടി പോലും ഇറങ്ങാതെ ഞാൻ കുറെ നേരം അവിടെ തന്നെ നിന്നു. പിന്നെ കണ്ടാലോന്ന് വിചാരിച്ചു. പക്ഷേ ഇവനെന്ത് വെരീനെ പോലെ. എടാ, അതങ്ങനെ അപ്പോഴപ്പോഴൊന്നും കാണാനും പറ്റൊന്നുമില്ല. ഇത് തന്നെ എനിക്കെന്തോ കണ്ടു മുത്തശ്ശ, സത്യമായിട്ടും കണ്ടു. ജബ്ബാർക്ക, ജിന്നിനും കൂടി ഒരു ക്യാഷും വെള്ളം എടുക്കട്ടെ? എടുത്തോളി, പക്ഷെ അതിന് പഞ്ചാര കുറച്ച് മതി. കള്ളൻ എത്തിയിട്ടുണ്ടല്ലോ. കുടിക്കാൻ പോയ മോളെ വീട് കിടക്കുന്നതാ ഞാൻ കണ്ടത്. ഇത് പാക സമയദോഷമായല്ലോ ജബ്ബാറെ. ഇന്നിന് മാറ്റാൻ പറ്റാത്ത എന്ത് ദോഷമാണ് സുലൈമാനെ. രണ്ടുപേർക്കും ഓരോ ഏലസും കൂടെ ഓതിത്തരാം. വേറെ ബീവി എന്നിട്ട് നടന്നു കൊടുക്കുക. നടക്കില്ല. ആരും ഉറങ്ങിയിട്ടില്ല ഇവിടെ. നിങ്ങൾ പോയിക്കോ, വേറൊരു ദിവസം വരി. അല്ല അവര് പറഞ്ഞത്
അവര് പറഞ്ഞേ എന്നോടാ അതെങ്ങനെ? അതൊരു ദൈവാനുഗ്രഹം തന്നെ. 90 കഴിഞ്ഞവർക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യം. നീ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ മരിച്ചവരെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റും. ഒരുപാട് വയസ്സാവുമ്പോൾ പണ്ട് കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒന്ന് കാണാൻ ആർക്കാണേലും ആഗ്രഹം തോന്നുന്നില്ലേ? അത് ദൈവം സാധിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ല ശ്രീധര, നീ ചെറുപ്പത്തിലെ ബീവിയെയും പറഞ്ഞ് പറ്റിച്ചിരുന്നല്ലേ? എല്ലാരും ഉണ്ടല്ല, എല്ലാരും. ഇങ്ങക്ക് അറിയാലോ, നമുക്കറിയാം പ്രായമൊന്നും ആയിട്ടില്ലെന്ന്. എന്നിട്ട് ഇക്കൊക്കെ വേറെ പെണ്ണിന്റെ പുറകെ പോയി. അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇത് വെറുതെ ആയി. എന്തിന്റെ കുറവാ നമുക്കുള്ളത്? നിങ്ങൾ പറയും. ഇക്കാക്ക് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾ നിർബന്ധിച്ചപ്പോ നമ്മളും കൂടി വരാന്ന് സമ്മതിച്ചത്. നമ്മൾ പറയണമല്ലോ, നിങ്ങൾ കേൾക്കണണ്ട. എനിക്ക് നിങ്ങളെ കൂടെ കുറെ കാലം ജീവിക്കണം. ഇക്കൊരു ഉമ്മ തരുവോ? ഉമ്മ തരാം. പകരം ഞാൻ പറയുന്നത് കേക്കൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേക്കാം. പിന്നെ മഞ്ഞരളി എവിടെയുണ്ട്? മഞ്ഞരളി തൊടിയില്ല, ഒതളങ്ങ അപ്പുറത്ത്. എന്തോ ദാ വരുന്നു. അതിനെ വിൽക്കുന്നോ? മോളെ ഫിദേ, ഒന്നിങ്ങി വന്നേ. ഇപ്പൊ
തീർന്നു. നിന്നെ ബീവി വിളിക്കുന്നു. ആ വാതിലടിച്ച് കിടക്കേ. ചത്തില്ല. എന്റെ ബീവി അങ്ങോട്ട് മുറിക്കും. ഇങ്ങനെ വേണ്ട മുത്തശ്ശ. നീ ഇത് പൊയ്ക്കിടന്നു മുറിക്ക് എന്റെ ബീവി. ആ സാധനം പോന്നു. കോമളി രാജാവല്ലേ? 300 വർഷമായി നോമ്പ് ഇവിടുന്ന് നാട് നീങ്ങിയിട്ട് ഈ നശിച്ച പ്രതിമ കാരണം പ്രജകൾ നാരികൾ നമ്മളെ മറക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിയിലായിരുന്നല്ലോ അവന്റെയൊക്കെ രാഷ്ട്രീയ മീമാംസ പറച്ചിൽ. ഉള്ളത് പറഞ്ഞു നാണക്കേട് കൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാരണം ഈ നാട്ടിൽ നിന്ന് എനിക്ക് മോക്ഷം കിട്ടി. എനിക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നേനെ. നിങ്ങൾക്ക് എന്നെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. പോട്ടെ മോനെ. മോനാ ഇതിപ്പോ എത്ര നാളായി ഇക്കാക്ക് ഇന്ന് വരാറായി കേട്ടോ. ആ കൊച്ചിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇതിപ്പോ എന്തൊക്കെയാ നിങ്ങൾ എന്റെ കൂടെ ചെയ്യിപ്പിക്കുന്നേ? നമ്മൾ തെയ്യപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വരാം. നിങ്ങൾ വരാതെ നമ്മൾ പോവൂല. ഞാൻ വരല്ലേ. എന്താ ഇത്? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്നെ നോക്കണം. സൂക്ഷിച്ചിറങ്ങ്. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും മര്യാദയ്ക്ക് പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ഫോട്ടോ എടുത്തു വെക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഭിത്തി കയറും. നോക്കടാ, ഇതിന് നല്ല തെളിച്ചുണ്ടല്ലോ. അപ്പൊ സുകുമാരൻ ഈ പണി അത്ര വശമുണ്ടായിരുന്നില്ല അല്ലേ? കള്ളൻ സുകുമാരൻ. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ 2 വാക്ക് പറഞ്ഞ പാറ. ഇവിടെ എങ്ങും ഇല്ലെന്ന്. ഇതെങ്കിലും നടക്കൂ. ഉഗ്ര സാധനം നാക്കിലും തൊട്ടാ മതി. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. വാ ഇങ്ങനെ വാ. നമുക്കത് മാറിയിക്കാം. കൊടാപ്പടി നടക്ക്. കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ വാ അങ്ങോട്ട് നടക്ക. വെച്ചോണ്ടിരിക്കാതെ കഴിക്കാം അങ്ങോട്ട്. ഇത്താ കഞ്ഞിവെള്ളം എടുക്കുവാണേ. നമുക്ക് നിർത്താം മുത്തശ്ശൻ. ഇത് ശരിയാവില്ല. എന്ത്? എത്ര നല്ലതെന്ന് പറഞ്ഞാലും മരിച്ചാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ.
മരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് അവള് മരിക്കുമ്പോൾ മരിക്കട്ടെ. അത് ശരി. അപ്പൊ അങ്ങനെ എടാ 10-60 കൊല്ലം തേരാപ്പാരം നടക്കേണ്ടി വരും നീ. ഞാൻ നടന്നോളാം. എടാ അപ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് നമ്മളെ കെട്ടിക്കൊണ്ടുപോകും. പിന്നെ മരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനൊന്നും ഇത് സമ്മതിക്കില്ല. നെയ്യപ്പം വേണോ? നെയ്യപ്പം നിങ്ങൾ എന്താ ഇപ്പൊ നെയ്യപ്പം ഒന്നും കഴിക്കാത്തത്? പെരുത്ത് ഇഷ്ടായിരുന്നല്ല. നീ ഒന്ന് പോയേ. ഒരു പ്രയോജനമില്ല വെറുതെ. എന്നിട്ട് നെയ്യപ്പം നെയ്യപ്പം എന്ത് നെയ്യപ്പം? ഓക്കെ ഓക്കെ. നെയ്ക്കടി അവിടെ കൊല്ലും ഞാൻ. അതെ ആരുമില്ല ഇവിടെ. ആരെങ്കിലും വിളിക്കണ മോളെ. കേക്കാവോ? ഒന്നും കാണാൻ പറ്റില്ലോ. വേഗം കൊണ്ടെടുക്ക്. വേഗം എടുക്ക്. ഞാനങ്ങനെ പറയരുതായിരുന്നല്ലേ. മുത്തശ്ശൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ബീവി നമ്മളെ കുറെ സഹായിച്ചതല്ലേ? അതെ, ബീവിക്ക് വിഷമായി കാണും. എടുത്തോ. ഇതാര്? ഇതപ്പോ ഇതിന്റെ അകത്ത് വീണ്. ഇതാരാ മോളെ? എനിക്കറിയൂല. ബീ വീഴുന്ന ഞാൻ കണ്ടതാ. ഇതാരാ? ഫിദയുടെ വിളിയായിട്ട് രക്ഷിക്കാൻ ചാടിയതാവും. രക്ഷിക്കാൻ ചാടിയാളെ രക്ഷിക്കാൻ അവസാനം നാട്ടുകാർ വരണം. എന്ത് പണിയാ ബീവി കാണിച്ചത്? ഈ മുത്തച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചു എന്തെങ്കിലും അയ്യോ. നല്ല രസമുണ്ടല്ലേ? ഉമ്മയുണ്ടാക്കിയതാ. ആ അതല്ല, ഈ നാടേ വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ പക്കരായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇതും കഴിച്ച് മയ്യത്ത് നിസ്കരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നത്. ഫിദയുടെ ആരാണ്? ഉമ്മുമ്മ. ഓ ഭയങ്കര മോഡേൺ ആണല്ലോ. കരച്ചിലില്ല, പ്രശ്നങ്ങളില്ല, ഒച്ചപ്പാടും വേളയില്ല. വെരി നൈസ്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. എനിക്കിഷ്ടായി. നല്ല രസാ. മരിക്കുന്നത് വരെ നല്ല രസാ. ഇത് വെറും മയ്യത്താ. ഞാൻ പോവാ. ഇതൊക്കെ കേട്ടിട്ട് ബീവി വിഷമിക്കല്ലേ. ഇനിയാ നല്ലത്. എന്തൊക്കെ കാണാൻ കിടക്കുന്നറിയോ? ഫിദ ഞാൻ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. എനിക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഫിദയ്ക്ക് സമ്മതമാണെങ്കിൽ അക്കരെ വരെ വരണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതൊന്നും നടക്കത്തില്ലടാ, നീ വാ. ഫിദയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് വെച്ചാ? മരിച്ചു. ഓ മരിച്ചു. അയ്യോ. അവന് പറ്റുന്ന പോലെയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായപ്പോഴും എനിക്ക് ഇഷ്ടമൊന്നും തോന്നിയില്ല. ഒരു കൊതിയനവൻ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും. മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ? അവനെ ഓർത്ത് കരഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത്
എനിക്ക് സീതാൻകുടിന്നാ. മരിച്ചവരെ ഓർത്ത് കരയുന്ന ഒത്തിരി പേരെ ഞാൻ അക്കരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും അവർക്ക് സീതാൻകുടി എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ഇവിടുന്ന് അക്കരയ്ക്ക് കൊണ്ടുപോകാൻ എനിക്ക് സമ്മതം. നിനക്ക് സുലൈമാന്റെ വാപ്പ പോക്കറിനെ അറിയില്ലേ? ഡാ പ്രാന്തം പോക്കരെ, അങ്ങേര് പറഞ്ഞു കിടക്കുന്ന ഒരു കഥയുണ്ട്. ഒരു പുൾക്കഥയാ. പണ്ട് ദൈവം മനുഷ്യർക്കായി ഉണ്ടാക്കിയ സ്വർഗമായിരുന്നു ഈ ഭൂമി. അന്നേ അതത്ര പിടിക്കാത്ത ഇബ്ലീസ് മനുഷ്യരെയൊക്കെ വഴിതെറ്റിച്ച് ദൈവത്തിനെതിരാക്കി. അപ്പോ ദൈവം നമുക്ക് തന്ന ശാപമാണ് ഈ മരണം. മരണത്തെ പേടിച്ചും പിന്നെ നമ്മുടെ സ്വഭാവ ഗുണം കൊണ്ടും ഭൂമി എന്ന സ്വർഗം അങ്ങനെ നരകമായി. തെറ്റ് മനസ്സിലാക്കി മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോ ദൈവം ശാപമോക്ഷവും തന്നു. ഒന്ന് മരിച്ചാ പിന്നെ നരകം വീണ്ടും സ്വർഗമാകും. പക്ഷെ കൂട്ടത്തില് പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാനീ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകും. അങ്ങനെ മരണം വരെ നമ്മൾ നരകത്തിലും പിന്നെ സ്വർഗത്തിലുമായി. താൻ കാരണമാണല്ലോ ഇവർക്ക് ഗതി വന്ന കുറ്റബോധം കൊണ്ട് ഇബ്ലീസ് ഈ ശാപമോക്ഷത്തിന്റെ കഥ മനുഷ്യരോട് പറയാൻ തുടങ്ങി. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. അവസാനം ഇബ്ലീസ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ തുടങ്ങി. യുദ്ധവും കലഹവും ഒക്കെ ഉണ്ടായി. മരിച്ചവർ പഴയ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇബ്ലീസ് അത് കണ്ട് സന്തോഷിച്ചു. ആ പ്രാന്തം പോക്കരൻ നിന്നെ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഇബ്ലീസ്. ഒരാളെ കൊന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ നടന്ന ഇബ്ലീസ്. കടത്ത വൈകിയല്ലേ? വരാൻ വൈകി നമ്മുടെ പരിപാടിക്ക് ഇവിടെ കഷ്ണം തീർന്ന എടുത്തോണ്ട് വേണം. മുഴുത്ത കഷ്ണം എടുത്തോളി. വെള്ളം പിടിക്കും. ശരി. നിങ്ങൾ പുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഞാൻ അലിഗഡൊക്കെ പോയിട്ടുണ്ട്. ഓതാനാ? അല്ല, ചുമ്മാ സ്ഥലമൊക്കെ കാണാൻ. ഓ, സർക്കിട്ട്. ആ, സർക്കിട്ട്. ഇവിടെ പിന്നെ ഓത്തുപുരയും പിന്നെ പള്ളിക്കൂടമൊന്നും ഇല്ലല്ലോ. അതാ നല്ലത്.
അക്കരെയൊക്കെ കുട്ടികൾ കഷ്ടപ്പെടുകയെന്നേ. അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ? അതിന് സർക്കിട്ട് തന്നെ പോകണം. കുറേ നാടുകൾ കാണണം, അവിടുത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കണം. ഫിദ ഈ തീ കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പട്ടീനെയും പൂച്ചേനെയൊക്കെ തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? തീവണ്ടി, കപ്പൽ, ഇതൊന്നും പുസ്തകം വായിച്ചാൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. പോട്ടെ, ഫിദ മരിച്ചവരെ കണ്ടിട്ടുണ്ടോ? അവരോട് സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ആ അതുണ്ട് ജബ്ബാർക്ക, പുള്ളിക്ക് മരിച്ചവരെയൊക്കെ കാണാൻ പറ്റും. ഓ, അങ്ങനെ ഒരാളൂടെ ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് കുറേ പേരുണ്ടാവില്ല കാണാൻ. ഇവിടെ മരിച്ചവരല്ലേ കൂടുതൽ. അവരൊക്കെ സ്വർഗത്തിലും നരകത്തിലൊക്കെ പോവില്ലേ? ജബ്ബാർക്ക പറയുന്ന ആഗ്രഹങ്ങൾ ബാക്കിയുള്ളവർ മാത്രമേ ഇവിടെ കാണൂന്നാ. പുളു 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 മരിച്ചവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, അവരെങ്ങോട്ടും പോവില്ല. അല്ല, എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവർക്ക് നമ്മളെ കാണാനും നമ്മൾ പറയുന്നത് കേൾക്കാനും പറ്റും. അതിന് ഈ മരിച്ചവരെ കണ്ടിട്ടുണ്ട്. പിന്നെ മരിച്ചവരെ കണ്ടവരെ കണ്ടിട്ടുണ്ട്. അതാരാണോ? അത്തർ വിൽപ്പനക്കാരൻ ഫക്കീർ. ഫക്കീർ മോനോട് വേറെന്തൊക്കെ പറഞ്ഞ് കേക്കട്ടെ. വേറെ, നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളവർ മരിച്ചാലും നമ്മളെ വിട്ടവർ പോവില്ല, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓനാരോ പറഞ്ഞു പറ്റിച്ചേക്കല്ല. അവരെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാനോ? ആ പറ്റും, ചിലപ്പോൾ അവരെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ വാപ്പയെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും സ്വപ്നം കണ്ട് പേടിച്ചെണീറ്റപ്പോ ദേ വാപ്പ ഇരിക്കണു. എന്നിട്ട് ബാപ്പാക്ക് സുഖമാണെന്ന് ചോദിച്ചില്ലേ മോൻ? അതിനപ്പം തന്നെ എൻ്റെ ബോധം പോയില്ലേ. മോനെ കളിയാക്കണ്ട, ജബ്ബാറിന്റെ പടച്ചോൻ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഓന്റെ ഉള്ളിൽ ജിന്നുണ്ട്. ഉള്ളിലാ? അതെന്ത്, ഇയാള് ജിന്നെ തിന്നോ, പിഴുങ്ങിയോ? ജിന്നുണ്ടെന്ന് ഇയാള് പറയുന്നല്ലേ, അതിന് തെളിവൊന്നുമില്ലല്ലോ. നീ ഈ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടാ? അതോ ഫക്കീർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളോ? ചിലപ്പോ ആരോ വിളിച്ച പോലെ തോന്നാറില്ലേ, ഫിദ ഫിദ എന്ന്. അതവരാ. ഇവരടുത്തുണ്ടെങ്കിൽ ഈ മുഖത്ത് കാറ്റടിക്കുന്നതൊക്കെ പോലെയാ. ചിലപ്പോ ആടിന്റെ ചുര ഇവർക്ക്. ചിലപ്പോ ചിലപ്പോ ഒരു കാര്യമില്ലാതെ ഇതുപോലെ തുമ്മും. ഇതവര് കാരണം. കണ്ടോ കണ്ടോ, ഫിദ ഇഷ്ടമുള്ള ആരോ ഇവിടെ നിപ്പുണ്ട്. ഞാൻ എന്നോട് അപ്പളെ പറഞ്ഞല്ലേ സുലൈമാനെ, അക്കരുള്ളവരുമായിട്ട് ബന്ധമൊന്നും വേണ്ടെന്ന്. അതപ്പോ നീ അക്കരേന്ന് ഓരോ വേണ്ടാതീനവും പഠിച്ച് ഇവിടെ വന്ന് ഞങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കല്ലേ. ഒരാളും ഈ പറഞ്ഞ കേക്കയില്ല, എന്റെ കൂടെ നിക്കയില്ല.
ഫിദ, ഫിദ. ഉടുപ്പ് മാറാൻ പോയതാ. മഞ്ഞുമഴ കളിവാക്കിൽ പെയ്യവേ കരളിൽ ഊയലിടാൻ കനവുകൾ കുരുവികളാ. കൊച്ചു ചിരിച്ചോണ്ടാണല്ലോ ചത്തേക്കണേ. ഇവിടെ വന്നു കഴിഞ്ഞാ
എല്ലാവരും വലിയ സന്തോഷത്തിലാ. നമ്മുടെ കൊണാപ്രി വരെ. പിന്നെ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊക്കെ എന്തിന്റെ കുത്തിക്കിളപ്പാടപ്പോ? ഓരോന്നായൊന്നൊന്നായി പോയോരവരെല്ലാരും ഉയർന്നു ചെന്നു നിന്നു നമ്മെ നോക്കാറുണ്ടോ? ഓരോന്നായൊന്നൊന്നായി പോയോരവരെല്ലാരും ഉയർന്നു ചെന്നു നിന്നു നമ്മെ നോക്കാറുണ്ടോ? തന്നന്നനാര 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 തന്നന തന്നന തന്നന്നനാര 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 തന്നന്നനാര. അവിടെ പാട്ടുണ്ടോ പാട്ടുണ്ടോ പാട്ടിനൊത്ത ചുവടുമുണ്ടോ? കരവുണ്ടോ നിലവുണ്ടോ കാലം കോലം മാറാറുണ്ടോ? അവിടെ പാട്ടുണ്ടോ പാട്ടുണ്ടോ പാട്ടിനൊത്ത ചുവടുമുണ്ടോ? കരവുണ്ടോ നിലവുണ്ടോ കാലം കോലം മാറാറുണ്ടോ? തേപ്പുണ്ടോ ഇരട്ടത്താപ്പുണ്ടോ കാലുമാറും കോലന്മാരുണ്ടോ? അവിടെ കള്ളുണ്ടോ രണ്ടും കറിയുണ്ടോ കൂത്താടി പാടുന്ന നാട്ടാരുണ്ടോ? തേപ്പുണ്ടോ ഇരട്ടത്താപ്പുണ്ടോ കാലുമാറും കോലന്മാരുണ്ടോ? അവിടെ കള്ളുണ്ടോ രണ്ടും കറിയുണ്ടോ കൂത്താടി പാടുന്ന നാട്ടാരുണ്ടോ? ഇവയൊന്നുമില്ലെന്നാലും പോയല്ലേ പറ്റൂ പൊന്നെ, ഇവയൊന്നുമില്ലെന്നാലും പോയല്ലേ പറ്റൂ പൊന്നെ. വിളി വരുന്ന നേരം വരെയും കൂത്താടി പാടിടും നമ്മളെല്ലാരും. തന്നന്നനാര 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 തന്നന തന്നന തന്നനനാര 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 തന്നനനാര. അങ്ങേലൊരുവനാവാം ഇങ്ങേലൊരുവനാവാം, നീയുമാവാം ഞാനുമാവാം നമ്മ തമ്മിലാരുമാവാം. അങ്ങേലൊരുവനാവാം ഇങ്ങേലൊരുവനാവാം, നീയുമാവാം ഞാനുമാവാം നമ്മ തമ്മിലാരുമാവാം.
Mama Sabibo, Mama Sabibo, Mama Sabibo, Baba Bi Baba Ba. Mama Sabibo, Mama Sabibo, Mama Sabibo, Baba Bi Baba Ba. ഒരു കൂട്ടം കള്ളന്മാർ നിധിയൊന്ന് ചൂണ്ടിക്കൊണ്ടിക്കരയന്തവേ അവരിലൊരുവന് തലയിലിടി മിന്നി തലയിലാണ്ടെട വീടേ താനേ പറഞ്ഞു തീരവേ അടുത്ത കള്ളൻ കിടന്നു പിടയണിത അയ്യോ അതങ്ങനെ പടർന്നു പോയി ഇതെന്തടോ കൂടോത്രമോ അതു കഴിഞ്ഞീ നാട്ടിലാകെയും കാലം ചുറ്റിക്കറങ്ങിയേ മമ സാബിബോ മമ സാബിബോ മമ സാബിബോ ബബ ബി ബബ ബ മമ സാബിബോ മമ സാബിബോ മമ സാബിബോ ബബ ബി ബബ ബ ആദിയിൽ നാടുകാക്കുന്ന രാജനും മണ്ട പുകയുന്ന ചിന്തയിൽ കണ്ട പോം വഴിയിൽ വരി വരിയായി വിരുന്നു വന്നു പല പല മതങ്ങളിൽ അതിവിരുദ്ധർ അവരറിയും അടവുകൾ അടിമുടി ഒടിയണ തകരണിത പ്രതീക്ഷകൾ തളർന്നു പോയി മഹാത്ഭുതം തുടർന്നു പോയി മരണദുഃഖം തീർത്തിടാൻ വന്നോരേ മരണം കൊണ്ടുപോയി മരണം തിരിച്ചറിഞ്ഞിടവേ ഉത്തരവൊന്നു വന്നേ മണ്ണിലുള്ള കാലം കെട്ടിപ്പിടിക്കാം തട്ടിപ്പോകും നേരം പൊട്ടിച്ചിരിക്കാം കണ്ണീരിനി വേണ്ട മാറ്റിപ്പിടിക്കാം ബം 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 ഭരിച്ചൊരാ മിടുക്കനും ഒടുക്കമായി അടക്കമായി ചിരിച്ചുകൊണ്ടീ നാടിതാ ഇന്നും എന്നും കല്ലറ പണിയട് മമ സാബിബോ മമ സാബിബോ മമ സാബിബോ ബബ ബി ബബ ബ